കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലി നേരത്തെയും സമാനമായൊരു കേസിൽ റിമാൻഡിലായിട്ടുണ്ട്. മലപ്പുറം എടവണ്ണപ്പാറയിലാണ് സംഭവം. മലപ്പുറം എടവണ്ണപ്പാറയിൽ 17 വയസ്സുകാരുടെ മൃതദേഹം ചാലിയാറിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലി അറസ്റ്റിലായത്. പെൺകുട്ടിയെ കരാട്ടെ മാസ്റ്റർ പീഡനത്തിന് ഇരയാക്കിയെന്ന കുടുംബത്തിൻ്റെ പരാതിയിലാണ് പ്രതിയെ വാഴക്കാട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയാണ് കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലി നേരത്തെയും മറ്റൊരു പോക്സോ കേസിൽ റിമാൻഡിലായിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് കാണാതായ +1 വിദ്യാർത്ഥിയുടെ മൃതദേഹം 100 മീറ്റർ അകലെ ചാലിയാറിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് കുട്ടിയെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ വയക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെൺകുട്ടിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പഠിക്കാൻ മിടുക്കിയായ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പെൺകുട്ടിക്കെതിരെ കരാട്ടെ അധ്യാപകൻ നിരന്തരമായി പീഡനത്തിന് ശ്രമം നടത്തിയിട്ടുണ്ടെന്നും പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നും കുടുംബം പറയുന്നു. അധ്യാപകനെതിരെയുള്ള പരാതി പെൺകുട്ടി കോഴിക്കോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി പോലീസിന് കൈമാറിയിരുന്നെങ്കിലും മാനസിക സമ്മർദ്ദം മൂലം അന്ന് മൊഴി കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീണ്ടും കരാട്ടെ അധ്യാപകനെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് കുട്ടിയുടെ മരണം. മേൽവസ്ത്രം കാണാതായതു മുതൽ ഒട്ടേറെ സംശയങ്ങളുണ്ടെന്നും കുടുംബം പറയുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി പെൺകുട്ടി പീഡനത്തിന് ശേഷമുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് താൽക്കാലികമായി പഠനം നിർത്തിയിരുന്നു. ഊർക്കടവ് സ്വദേശിയും കരാട്ടെ അധ്യാപകനുമായ വി സിദ്ദീഖ് അലി 43 വയസ്സിനെയാണ് പോക്സോ നിയമപ്രകാരം വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവം നടന്ന ദിവസം അപരിചിതരായ 2 പേരെ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ട സ്ഥലത്തിന് സമീപം കണ്ടിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. അയൽവാസികളിൽ ചിലർ അടുത്തേക്ക് ചെന്നപ്പോൾ ഇവർ മുഖം നൽകാതെ ബൈക്ക് ഓടിച്ചു പോയിരുന്നു. ഇത് സംശയത്തിന് ആക്കം കൂട്ടുന്നതായും ബന്ധുക്കളുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന കുട്ടി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട്. പാഠ്യേതര വിഷയങ്ങളിലും സജീവമായിരുന്നു പെൺകുട്ടി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.